സ്വാഗതാമന്ദസ്മിതം കൈവരും നേരം തന്നെ സസ്നേഹം കൈമാറുക മറ്റൊരാൾക്കതു സ്വയം. നൽപ്രശംസയുമേവം കൈവന്നാൽ അതേ വിധം നൽകുവാൻ മടിക്കേണ്ട മറ്റൊരാൾക്കുടൻ തന്നെ. നിങ്ങൾക്കു ലഭിച്ചിടും ഹൃദ്യമാം തലോടലോ നൽകണമതു തെല്ലും ലഭിക്കാത്തൊരാൾക്കേവം. ഉത്തമ സുഹൃത്തിൻ്റെ ആശ്ലേഷ സുഹൃദ്ഭാവം ഉത്തരക്ഷണം മറ്റൊരാൾക്കു നീ കൊടുത്താലും സമ്പത്തു സഹായമായി കൈവരുന്നെങ്കിൽ തന്നെ സർവ്വതും സമൃദ്ധമായി പങ്കിടാൻ മറക്കൊല്ല. ശക്തമാം വിശ്വാസം കൈവന്നെങ്കിലതു തെല്ലും വൈകാതെ കൈമാറുക യോഗ്യനാം ഒരാൾക്കപ്പോൾ. ഞാൻ പ്രൊഫസർ കെ എം മാത്യു, ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ വിരമിച്ചത്. 10 വർഷമായി ഞാൻ വിശ്രമ ജീവിതമാണ്, എങ്കിലും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബം, വൈഫ് സറമ്മ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൈക്രോബയോളജി പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. 2 മക്കളെ ദൈവം ഞങ്ങൾക്ക് നൽകി. മൂത്ത മകൻ അരുണ് അമേരിക്കയിൽ മൈക്രോസോഫ്റ്റിൽ പ്രിൻസിപ്പൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. അവൻ്റെ ഭാര്യ അന്നു ചങ്ങനാശ്ശേരി വാറ്റുപറമ്പിൽ കുടുംബാംഗമാണ്. 2 മക്കളെ ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. മൂത്ത മകള് 12 വയസ്സായി. ഇളയ മകൻ ലൂക്ക്, അവന് 8 വയസ്സായി. രണ്ടാമത്തെ മകന് ഇൻ ദ ഫാമിലി വേ അമൽ, അവന് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാര്യയും ബാംഗ്ലൂർ തന്നെയാണ് താമസം. എൻ്റെ മാതാപിതാക്കൾ മലബാറിൽ നിന്ന് കുടിയേറിപ്പോയവരാണ്. പാലായിൽ കുരിശുമൂട്ടിൽ കുടുംബാംഗമാണ് ഞാൻ. ഞങ്ങൾ വലിയ കുടുംബമാണ്. 12 മക്കളുണ്ടായിരുന്നു. 2 ജ്യേഷ്ഠന്മാർ മരിച്ചുപോയി, ഒരു സഹോദരി മരിച്ചുപോയി. ഇപ്പം ഞങ്ങൾ 9 പേരുണ്ട്. അതിൽ 2 പേര് സിസ്റ്റേഴ്സാണ്. മൂത്ത പെങ്ങള് DM കോൺവെൻറ്റിൽ കന്യാസ്ത്രീയാണ്. രണ്ടാമത്തെ എൻ്റെ നേരെ മൂത്ത സഹോദരി സിസ്റ്റർ ചാൾസ് തിരുഹൃദയ മഠത്തിൽ അംഗമാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഒരാൾ റിട്ടയർ ചെയ്ത് തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തു. മറ്റേ ജ്യേഷ്ഠൻ ഒരാൾ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു ചക്കട്ടപ്പാറ സ്കൂളിൽ. പിന്നെ സഹോദരിമാരും അധ്യാപകരും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് പഠിക്കാനൊക്കെ അവസരം തന്നു. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അതുകൊണ്ട് എന്നെ എറണാകുളത്ത് വിട്ട് പഠിപ്പിക്കാനുള്ള എറണാകുളത്ത് പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. പിന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചേർന്ന് അവിടുന്ന് MCom എടുത്തു. ഉടനെ തന്നെ CMA അച്ഛന്മാരെന്നെ അവിടുത്തെ അധ്യാപകനായിട്ട് നിയമിച്ചു. പിന്നെ അവിടെ 8 വർഷം ജോലി ചെയ്ത ശേഷം ഞാൻ എറണാകുളത്തേക്ക് ഭാര്യയ്ക്ക് ജോലി കിട്ടിയതിനെ തുടർന്ന് ഇങ്ങോട്ട് വന്നു. കൊച്ചിയിലെ എളമക്കര കീർത്തി നഗറിൽ ഞങ്ങൾ താമസമാക്കി. ഇവിടെ ഞങ്ങൾ എറണാകുളത്ത് വരുമ്പോൾ മൂത്ത മകനുണ്ട്, രണ്ടാമത്തെ മകനുണ്ടാകുന്ന ഒരു 10 വർഷം കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങളിപ്പോൾ ഇവിടെ കഴിയുകയാണ്. സഭാപ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനാണ്. ഫാമിലി യൂണിറ്റ് പ്രവർത്തനങ്ങളുണ്ട്. ഈശോസഭക്കാരുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനങ്ങളുണ്ട്. ന്യൂമൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഞാനിപ്പോൾ. ഏറെക്കാലം സെക്രട്ടറി ആയിരുന്നു. അടപ്പൂരച്ഛൻ്റെ സാമീപ്യവും കരുതലും ഒക്കെ എനിക്ക് വാത്സല്യമൊക്കെ എനിക്ക് ഏറെ നുകരാൻ സാധിച്ചു. അച്ഛൻ എനിക്ക് വലിയൊരു അവസരമാണ് ഒരുക്കി തന്നത്. ന്യൂമൻ അസോസിയേഷനിൽ ഓഫീസ് ബെയറായിട്ട് എന്നെ നിയമിക്കുക വഴി ഒത്തിരി പേരെ പരിചയപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ സെൻറ്റ് ആൽബർട്ട്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ കുര്യൻ ജോസഫ് സാറ്, ജസ്റ്റിസ് അറിയാമല്ലോ, ശ്രീ ജോസഫ് സാറ്, ജാൻസി, ഇങ്ങനെയുള്ളവരെയൊക്കെ പരിചയപ്പെടാൻ എനിക്ക് അവസരം കിട്ടി. പ്രമുഖരായ അച്ഛന്മാരെയും, കാപ്പനച്ഛന്, അത് ഡോമിനിക് അച്ഛൻ, കുട്ടിയാപ്പള്ളി അച്ഛൻ, പിന്നെ അങ്ങനെ ഒത്തിരി അച്ഛന്മാരെ, ഈശോസഭയിലുള്ള അച്ഛന്മാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. മങ്കുഴിക്കരി പിതാവിനെ പരിചയപ്പെടാൻ പറ്റി. പഠിക്കുന്ന കാലത്ത് ഞാൻ സെൻറ്റ് ആൽബർട്ട്സിലെ ICF-ൻ്റെ CSU എന്ന് പറയും, കാത്തലിക് സ്റ്റുഡൻസ് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ ക്ഷണിച്ചത് ഞങ്ങളുടെ മങ്കുഴിക്കരി പിതാവിനെയാണ്. പിന്നീട് അദ്ദേഹം ഞങ്ങളുടെ താമരശ്ശേരി രൂപതയുടെ മെത്രാനായി. അദ്ദേഹം വളരെ നർമ്മബോധമുള്ള മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം എടാ നീ മലബാറിന് കുടിയേറിപ്പോയതാണോ എന്ന് എന്നോട് ചോദിച്ചു. നീ മലബാറിൽ പോയി മലയൊക്കെ ബാറാക്കി, പോരെങ്കിൽ നീ മത്തായി എന്ന പേരും സ്വീകരിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല തമാശ. എന്ത് കുടിച്ചാടാ നീ മത്തായത്, കള്ളാണോ, എന്താണ് എന്നൊക്കെ തമാശ പറയുന്ന ഒരു വലിയ ബുദ്ധിജീവി കൂടെ ആയിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി മങ്കുഴിക്കരി ഗ്രേസ് മങ്കുഴിക്കരിയെ പരിചയപ്പെട്ടു. അവരുടെ ഭർത്താവ് ജോസഫ് സാറ് ഒക്കെ ന്യൂമൻ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് അവരൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി അവസരങ്ങൾ വലിയ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ എനിക്ക് അവസരം തന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ശങ്കരക്കുറുപ്പ് സാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. മഹാകവി ശങ്കരക്കുറുപ്പ്. അപ്പോൾ എറണാകുളത്ത് അങ്ങനെ സാനു മാസ്റ്റർ സാറ്, ഇവരൊക്കെ ആയിട്ട് കൾച്ചറൽ സെൻറ്റർ, ചാവറ കൾച്ചറൽ സെൻറ്റർ, POC, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ എനിക്ക് അന്ന് മുതലേ അവസരം ധാരാളം ലഭിച്ചു. അത് ഞാൻ ഇപ്പോഴും തുടരുന്നു.
ഇപ്പോൾ ഞാൻ POCയുടെ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ സീരീസ് എന്ന് പറഞ്ഞ ഒരു 8-10 പുസ്തകങ്ങളുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് കറക്ഷനാണ് അവിടുത്തെ ജേക്കബ് അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. POCയുടെ ഡയറക്ടർ അച്ഛന്. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത് നമ്മുടെ KCBCക്ക് വേണ്ടി മാർപ്പാപ്പയുടെ ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതിക്കാത്ത ഇവാഞ്ചലിയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒത്തിരി അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. ഇതിനൊക്കെ എനിക്ക് ഞാൻ ഒത്തിരി സഭയോടും എനിക്ക് കടപ്പാടുണ്ട്, ഈശോ സഭയോടും. അതുപോലെ തന്നെ എനിക്ക് ആദ്യം ജോലി തന്ന ഫാദർ വള്ളമാറ്റം എനിക്ക് ദേവഗിരി കോളേജിൽ അധ്യാപകനായിട്ട് ജോലി തന്നു. എന്നെ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ അന്ന് ഉണ്ടായിരുന്നത് ജയകുമാർ സാറാണ്, K. ജയകുമാർ, ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ച. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. അദ്ദേഹം മലയാള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അന്ന് ദേവഗിരി കോളേജിൽ ദേവഗിരി കോളേജിൽ നിന്ന് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയ മഹൽ വ്യക്തികളാണ് പ്രൊഫസർ ഷെപ്പേർഡ്, അഴീക്കോട് സാറ്, ഇങ്ങനെ. അതുപോലെ സ്പോർട്സ് കലാ സാഹിത്യ രംഗത്തും ഒക്കെ ഒത്തിരി മികച്ചു നിന്ന ഒരു കോളേജാണത്. 5 സ്റ്റാർ കോളേജാണ്. അന്നാണ് ഞാൻ ദേവഗിരി കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോൾ എനിക്ക് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. പൈകയുടെ അച്ഛനാണ് എന്നെ അതിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അന്നാണ് രക്തദാനത്തിന് ദേവഗിരി കോളേജിന് വേണ്ടി ഏറ്റവും കൂടുതൽ ബ്ലഡ് കൊടുത്തതിന് അവാർഡ് മേടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഫിഷറീസ് കോളേജിൽ വന്നപ്പോഴും അത് തുടർന്നു. ബ്ലഡ് ഡോണേഴ്സ് ഫോറം ഉണ്ട്. പിന്നെ ഡോക്ടർ ഗംഗാധരൻ ഉണ്ടല്ലോ, ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ, അദ്ദേഹവുമായിട്ട് സഹകരിച്ച് ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ്, അതുപോലെ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുക, കണ്ണിന് കാഴ്ച ലഭിക്കാൻ വേണ്ടി അവർക്ക് ഇൻട്രാ ഓക്യുലർ ലെൻസ് കൊടുക്കുക, വേണ്ടപ്പെട്ടവർക്ക് സർജറി പോലും നടത്തി കൊടുക്കുക. അതിന് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി, അതുപോലെ സെൻറ്റ് പീറ്റേഴ്സ് കോലഞ്ചേരി, അവരൊക്കെ ആയിട്ട് സഹകരിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതുപോലെ എനിക്ക് കായിക മേഖലയിലും എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഞാൻ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു അക്രഡിറ്റഡ് അമ്പയർ ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ക്യാപ്റ്റനായിരുന്നു. അന്ന് കൈമൾ സാറുണ്ട് അവിടെ, അതുപോലെ മുരളി സാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കായിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ സ്കൂളിൽ പഠിച്ചത് കൊളത്തോയിലാണ്. അതിൻ്റെ ജൂബിലി ആയിരുന്നു, അത് സ്ഥാപിച്ചതിൻ്റെ 70-ാം വർഷമായിരുന്നു. ഇപ്പോൾ പഴയ അധ്യാപകരെയും കൂട്ടുകാരെയും ഒക്കെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. എന്നെ അവർ ആദരിച്ചു അവിടെ ആ ചടങ്ങിൽ. അപ്പോൾ അത് വലിയ സന്തോഷം തന്ന ഒരു നിമിഷമാണത്. ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ലീഡറായിരുന്നു, സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു. അതിനൊക്കെ അവസരം ഒരുക്കിയത് ഞങ്ങളുടെ വികാരിച്ചൻ ഒരു മഹാപ്രതിഭയായിരുന്നു, റെവറൻഡ് ഫാദർ CJ വർക്കി എന്ന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം 14 വർഷം ഞങ്ങളുടെ വികാരി അച്ഛനായിരുന്നു. ശാലവും ടെലിവിഷനൊക്കെ തുടങ്ങുന്നതിന് ബെന്നിയൊക്കെ ഏറെ സഹകരിച്ച അതിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെയാണ് വർക്കീസ് എന്ന് പറയാം. തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ എന്നും ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു കവിത തന്നെ രചിക്കുകയാണ്. സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം, ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഫാദർ CJ വർക്കി. അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ സ്കൂളിൽ ലീഡർ, അതുപോലെ സൺഡേ സ്കൂളിൽ ലീഡർ ഒക്കെ ആയിട്ട് ക്രിസ്തുരാജൻ്റെ പെരുന്നാളൊക്കെ വരുമ്പോൾ ജയ് ജയ് ക്രിസ്തുനാഥൻ ക്രിസ്തുരാജൻ എന്നൊക്കെ വിളിച്ച് കുളത്തുവയിൽ നിന്ന് കൂരാച്ചുണ്ടിലേക്കൊക്കെ മൈക്കിൽ അനൗൺസ് ചെയ്തുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ഒക്കെ പോകുന്ന രംഗമൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലാണ്. അതുപോലെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആണെങ്കിലും അതുപോലെ വലിയൊരു പ്രതിഭയായിരുന്നു PV തോമസ് സാറ്. പെരുമ്പാവൂരുകാരനാണ്. അദ്ദേഹം AM തോമസുമായിട്ടുള്ള, അന്നത്തെ മന്ത്രി AM തോമസുമായിട്ടുള്ള ബന്ധം ഒക്കെ വേണ്ടപോലെ ഉപയോഗിച്ച് അന്ന് കുളത്തുവല്ലൊരു സ്കൂളിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് മലബാറിലെ തന്നെ, അല്ല കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. FACT സ്കൂളിലൊക്കെ അന്ന് സ്വിമ്മിംഗ് പൂൾ കാണുമായിരിക്കും, എന്നാലും വളരെ വിരളമായിട്ട് അന്ന് മത്സരങ്ങൾ ഒരു കേരള ലെവലിൽ സംസ്ഥാന തലത്തിലും ഒക്കെ നീന്തൽ മത്സരം നടത്താൻ പറ്റിയ ഒരു സ്കൂള് അവിടെ ഉണ്ടായിരുന്നു. ഒരു സ്വിമ്മിംഗ് പൂൾ ആ സ്കൂളിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ നീന്തി കുളിക്കുമായിരുന്നു. ഞാൻ 1-ാം ക്ലാസ്സിൽ തൊട്ടേ നീന്തൽ പഠിക്കുമായിരുന്നു. എൻ്റെ അമ്മയോടൊപ്പം, അമ്മ ടീച്ചറായിരുന്നു. അമ്മ സ്കൂളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ഞാനും ഒപ്പം അമ്മയുടെ കൂടെ നീന്തി കുളിച്ച് ഒക്കെയാണ് പോവുക. പിന്നീട് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ അവിടെ നീന്തൽ ഒരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ അത് പഠിപ്പിക്കാനും ഫിഷറീസ് അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇല്ലാത്ത അവസരത്തിൽ എനിക്കായിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ചാർജ്. കളിയിലൊക്കെ താല്പര്യമുള്ള എനിക്ക് അത് വലിയ സന്തോഷം തന്ന നിമിഷങ്ങളാണ്. പിന്നെ എന്നെ യൂണിവേഴ്സിറ്റിയായിട്ട് ഫിഷറീസ് കോളേജ് ഉയർത്തിയപ്പോൾ എന്നെ അതിൻ്റെ ആദ്യത്തെ ഗവേണിംഗ് കൗൺസിൽ അംഗമായിട്ട് ഗവർണർ എന്നെ നിയമിച്ചു. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളും എന്താ പറയുക അംഗീകാരവും എനിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കലാ സാംസ്കാരിക ചുമതലയുള്ള അസോസിയേറ്റ് പേട്രനായിരുന്നു ഞാൻ. പിന്നെ അവരുടെ സ്റ്റാഫ് എഡിറ്ററായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പിന്നെ NSS നാഷണൽ സർവീസ് സ്കീമുണ്ട്, ലീഗൽ ലിറ്ററസീസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഒക്കെ അവിടെ കുട്ടികളോടൊത്ത് പ്രവർത്തിക്കാനും അവരുടെ കലാ സാംസ്കാരിക രംഗത്ത് അവരെ
മോട്ടിവേറ്റ് ചെയ്യാൻ, ഇൻസ്പയർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ടീച്ചർ അവാർഡ് എനിക്ക് നൽകി അവരെന്നെ ആദരിച്ചു. എയർ ഇന്ത്യ മലയാള മനോരമ ബോൾട്ട് അവാർഡ്, ബ്രോഡ് ഔട്ട്ലുക്ക് ലേണിംഗ് ടീച്ചർ അവാർഡ് അതെനിക്ക് തന്ന് അവരെന്നെ ആദരിച്ചിട്ടുണ്ട്. അത് അന്ന് സമ്മാനദാനം നൽകിയത് ഉമ്മൻചാണ്ടി സാറും ഒക്കെ ആ വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് എനിക്ക് വളരെ മതിപ്പാണുള്ളത്. ഞങ്ങളുടെ സർവീസ് പീരീഡ് 55 എന്നുള്ളത് 60 ആക്കി തരുന്നതിന് അദ്ദേഹം ഏറെ സഹായിച്ചു. യൂണിവേഴ്സിറ്റി അമെൻമെൻ്റൊക്കെ വേണ്ടി വന്നു ആക്ടിൻ്റെ. അപ്പോൾ അതിലൊക്കെ മാണി സാറും ഉമ്മൻചാണ്ടി സാറും ഒക്കെ ഞങ്ങളെ ഏറെ സഹായിച്ചിട്ടുണ്ട്. അവരോടൊക്കെ കടപ്പാടുണ്ട്. അതൊക്കെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഓക്കെ, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഞാനൊരു കവിത തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിലെ സന്തോഷം തന്ന നിമിഷങ്ങളാണ്. നമ്മളാരും മുദ്രാവാക്യം മുഴക്കിയോ മൂലധനം ഇറക്കിയോ കിട്ടിയതല്ല ഈ ജീവിതം. അതുകൊണ്ട് വളരെ സന്തോഷവാനാണ് ഞാൻ. കിട്ടിയതൊക്കെ ലാഭമാണ് എന്നെ സംബന്ധിച്ച്. ഈ ജന്മം കിട്ടി, അതിന് ദൈവത്തോടും മാതാപിതാക്കളോടും ഒക്കെ ഞാൻ അതിന് നന്ദി പറയുന്നു. ദൈവം എനിക്ക് നല്ലൊരു ഭാര്യയെ ധർമ്മപത്നിയെ സാറമ്മയെ തന്നു. സാറമ്മയും എന്നെപ്പോലെ തന്നെ ഒരു പ്രൊഫസറാണ്. 2 മക്കളെ ദൈവം തന്നു. അവരും വളരെ ഹാപ്പിയാണ്. അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ മാതൃക അനുകരിച്ചുകൊണ്ട് അവർ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. എൻ്റെ മകന് മൈക്രോസോഫ്റ്റിൽ പ്രിൻസിപ്പൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിലും അവൻ പള്ളിക്കാര്യത്തിലൊക്കെ ആക്റ്റീവാണ്. അവൻ്റെ ഭാര്യ ആക്റ്റീവാണ്. കുട്ടികൾ ആ രീതിയിൽ വളർന്നു വരുന്നു. അവന് കുട്ടികളെ ഫുട്ബോൾ കോച്ചായിട്ട് അവൻ വർക്ക് ചെയ്യുകയാണ്. അവൻ്റെ മകനും ഫുട്ബോൾ കുറച്ച് കളിക്കും. ലൂക്ക് എന്ന് പറഞ്ഞല്ലോ, എൻ്റെ കൊച്ചുമകനാണ് ലൂക്ക്. ലൂക്കിൻ്റെ കൂട്ടുകാരെയൊക്കെ ഫുട്ബോൾ പഠിപ്പിക്കുന്നത് എൻ്റെ മകൻ തന്നെയാണ്. അവിടെ നീന്തൽ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ വളരെ സന്തോഷവാന്മാരാണ്. അമലും അതുപോലെ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ബാംഗ്ലൂരാണ്. അവനും കളിപ്പിക്കുകയും എല്ലാവർക്കും ഒരു പ്രിയങ്കരനാണ് അവനും. കാരണം അത് മാതാപിതാക്കളെ കണ്ടുപഠിച്ചതായിരിക്കാം എന്ന് ഞാൻ അഭിമാനിക്കുകയാണ് അത്തരത്തിൽ. അപ്പോൾ വലിയൊരു സന്തോഷമാണ് ഈ കുടുംബത്തിലുള്ളത്. സന്തോഷം ഞങ്ങളുടെ മുഖമുദ്രയാണ്. എപ്പോഴും എൻ്റെ ഒരു കവിത തന്നെയുണ്ട്. എൻ്റെ കവിതയല്ല, അത് ഞാൻ മലയാളത്തിലാക്കിയതാണ്. ഇഫ് യു റിസീവ് എ വെൽക്കം സ്മൈൽ, പാസ് ഇറ്റ് ഓൺ ടു കീപ് ഇറ്റ് ഇൻ സ്റ്റൈൽ. സ്വാഗത മന്ദസ്മിതം കൈവരും നേരം തന്നെ സസ്നേഹം കൈമാറുക മറ്റൊരാൾക്കതു സ്വയം. അപ്പോൾ ഇഫ് യു റിസീവ് എ വെൽക്കം സ്മൈൽ, പാസ് ഇറ്റ് ഓൺ ടു കീപ് ഇറ്റ് ഇൻ സ്റ്റൈൽ. ഇഫ് യു റിസീവ് എ വേർഡ് ഓഫ് പ്രൈസ്, പാസ് ഇറ്റ് ഓൺ ടു എൻഷുർ ഇറ്റ് സ്റ്റേസ് എന്നൊക്കെ പറഞ്ഞ് കവിതയുണ്ട്. അത് ഞാൻ മലയാളത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ധാരാളം കവിതകൾ ഇങ്ങനെ കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്ന നല്ല കവിതകൾ എനിക്ക് രചിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടപ്പുരച്ചനെ കുറിച്ച് ഞാൻ ആദ്യം എഴുതിയ കവിത ബഹുമാന്യനാകുമടപ്പൂരച്ചൻ ബഹുമുഖ പ്രതിഭയാം മാന്യദേഹം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അടുത്ത കാലത്ത് ഞാൻ എഴുതിയത് ഞാനും എൻ്റെ ഭാഷയും എന്ന് പറഞ്ഞ് MT വാസുദേവൻ നായർ സാറിൻ്റെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എഴുതിയൊരു കവിതയാണ്. അദ്ദേഹം നവതിയുടെ നിറവിലെത്തിയ അവസരത്തിലാണ് ഞാനിത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്. അതിങ്ങനെയാണ്: മലയാള ഭാഷയാണെൻ്റെ ഗേഹം, മലയാള ഭാഷയാണെൻ്റെ വാനം, മലയാള ഭാഷയ്ക്ക താരകങ്ങൾ മരതക സ്വപ്നങ്ങൾ പോലെ തന്നെ. മലയാളം ഗാത്രം തലോടും തെന്നൽ, മനതാരിൻ ദാഹമകറ്റും ജലം. മലയാളം ജനനിയാണാശിസേകാൻ, മലയാളം സാകല്യമായിടുന്നു. ഏതൊരു നാട്ടിൽ ഞാൻ എത്തിയാലും, ഏതൊരു സ്വപ്നം ഞാൻ കാണുകയിലും, ചേതോഹരം തന്നെ ഭാഷയെന്നും യാതൊരു ഭേദവും ഇല്ല തന്നെ. ഈ ഭാഷ വിട്ടെനിക്കില്ല ജീവൻ, ഈ ഭാഷ വിട്ടൊരു സ്വത്വമില്ല. മാമക സാഫല്യം ഇല്ല വേറെ, മാമക സായുജ്യം എന്ന പോലെ. ദൈവവും കവിതയും എന്നൊരു കവിത ഈയിടെ സത്യദീപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ ഏതാനും വരികൾ അതും ചൊല്ലാം. ദൈവാവബോധം സജീവമാക്കിയിടുവാൻ കാവ്യാനുഭൂതികൾ സ്വായത്തമാക്കണം. മാരിവിൽ പാലം തീർക്കുന്നു കാവ്യം, മർത്യജീവിതം
മർത്യനും ഈശനും മധ്യത്തിൽ താൻ. മാനസമുള്ളവർ മാനവരാകുമ്പോൾ നൂനമാ ദൈവം രഹസ്യമാർക്കും. കേവല പ്രേമം സജീവമാകുമ്പോൾ കാവ്യാത്മകം തന്നെ ജീവിത സാഫല്യം. എന്നും അവാച്യമാം കേവലമാം ഭാഷ തന്നെയാണോർക്കണം കാവ്യഭാഷ. കണ്ണീരിനാകും വെളിവാക്കുവാനെല്ലാം മന്നിതിൽ മർത്യന്റെ ആശകളൊക്കെയും. വാക്കുകളെക്കാളെത്ര വാചാലമൂഴിയിൽ നോക്കും ചിരിയും മൗനവുമെന്നാളും. കാവ്യത്തിനാശയം വ്യക്തമല്ലെങ്കിലും തൂവുമനുഭൂതി മാനസതാരിതിൽ. രാഗവും താളവും ഭാവവും ചേർന്നൊരു സംഗീതം പോലെ അതീവ രമ്യാത്മകം. ഗാന്ധിജിയുടെ രക്ഷാമന്ത്രം അല്ലെങ്കിൽ ദി ടാലിസ്മാൻ ഓഫ് മഹാത്മാഗാന്ധി നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ രക്ഷാമന്ത്രമാണ്. അതെൻ്റെ 4 വരി ഞാൻ ചൊല്ലട്ടെ. ഗാന്ധിജിയുടെ രക്ഷാമന്ത്രം: Whenever you are in doubt or when the self is too much with you, apply the following test. Recall the face of the poorest of the poor whom you may have seen and ask yourself whether the thing you contemplate is going to be of any use to him. എന്നൊക്കെ പറയുന്ന ഒരു ടാലിസ്മാനുണ്ട്. അതിൻ്റെ മലയാളമാണിത്. നിന്നെ സന്ദേഹമലട്ടും നേരം, നിന്നെ അഹന്ത വലയ്ക്കും നേരം, നീ പരീക്ഷണം ചെയ്തു നോക്കൂ, ഈ ഒരു ചോദ്യം നീ ചോദിക്കണം. കണ്ടതിലേറ്റം പാവത്തിൻ മുഖം കൊണ്ടുവരണം നീ മാനസത്തിൽ. ചിന്തയിലുള്ളതാമീ പദ്ധതി മൂലം എന്തു ഗുണം വരും ഏഴകൾക്ക്? ഏകിടുമോ സ്വരാജ്യമവന്, ഏകിടുമോ സ്വാതന്ത്ര്യമവന്? വിശപ്പു സഹിക്കും കോടികൾക്ക് ആശ്വാസനാളുകൾ കൈവരുമോ? അവരുടെ ഭാവി നിർണയിക്കാൻ ആവുമോ ഈ പദ്ധതി മൂലം? എങ്കിലഹന്തയും സന്ദേഹവും ശങ്കയില്ലാതെ അകന്നു പോകും. എളമക്കര എനിക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഞാൻ ആദ്യം ഈ വീട് കാണാൻ വന്നപ്പോൾ എൻ്റെ അയൽക്കാരെയൊക്കെ ശ്രദ്ധിച്ചു. അവരൊക്കെ വളരെ ആദരപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ താമസമാക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഇന്നും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം വൈകുന്നേരങ്ങൾ ഇവിടെ നടക്കാറുണ്ട്, ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. സീനിയർ സിറ്റിസൺസ് ആണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ വലുതാണ്. ഈ കൂട്ടത്തിൽ ജഡ്ജിമാരുണ്ട്. ഒരു ജഡ്ജി ഇപ്പം നമ്മുടെ അനു ശിവരാമൻ, അവർ കർണാടക ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല ബന്ധങ്ങൾ ഇവിടെയുണ്ട്, അയൽ ബന്ധങ്ങൾ. അപ്പോൾ ഞാൻ ഒരിക്കൽ കീർത്തി നായറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ മലയാളത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബാലാമണി അമ്മ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അത് അവരുടെ കരം പിടിച്ച് നടക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവർ വീഴാതെയൊക്കെ അവരുടെ കരം പിടിച്ച് ഞാൻ അവരെ വീട്ടിൽ കൊണ്ടേയാക്കും. ഞങ്ങളുടെ കീർത്തി നഗറിലൊരു സെൻ്ററുണ്ട്, ഒരു റിക്രിയേഷൻ സെൻറ്റർ, ഹൗസിംഗ് സൊസൈറ്റിയുടെ വകയാണ്. അവിടെ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട് ഇടയ്ക്ക്. ലവ് ഓൾ പ്ലേ എന്നും പറഞ്ഞാണ് അവിടെ കളിക്കുക, അറിയാമല്ലോ ബാഡ്മിൻ്റൺ. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. കീർത്തി നഗറിനെ കുറിച്ച് അങ്ങനെ ബാലാമണി അമ്മ ഉണ്ടായിരുന്നു. അത് അവരുടെ ഒരു മകനാണ് ഞങ്ങളുടെ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ. പിന്നെ മാധവ്കുട്ടി ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കലും അവരെൻ്റെ പ്രസംഗം കേട്ടിട്ട് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഇപ്പോൾ ഡോക്ടർ സുലോചനയുണ്ട്, മലാമണി അമ്മയുടെ ഒരു മകള് ഡോക്ടർ സുലോചന. അപ്പോൾ ഇങ്ങനെ നല്ല ഒരു ബന്ധം ഉള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഡോക്ടർ ജോർജ് ഇരുമ്പയം ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഡോക്ടർ തോമസ് മാത്യു, സി രാധാകൃഷ്ണൻ സാറ്, അങ്ങനെ അയൽവൊക്കെ ഉണ്ട്. ഇവരൊക്കെ അടുത്തടുത്തുണ്ട്. അപ്പോൾ അതുപോലെ എളമക്കര പള്ളി ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട പള്ളിയാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ സഹകരിക്കാറുണ്ട്. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അവരോടൊത്ത് കളിക്കുകയും പാടുകയും പ്രവർത്തിക്കുകയും. പള്ളിയിൽ പ്രസംഗിക്കാൻ വരെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. മാതാവിനെ കുറിച്ച് പ്രസംഗിക്കാനും
ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. വികാരി അച്ഛന്മാരുമായിട്ട് സൺഡേ സ്കൂളിൽ ഞാൻ അധ്യാപകനായിരുന്നു ഇവിടെ. പിന്നെ കുറച്ച് കാലം ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ബസിലിക്കയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ അങ്ങോട്ട് പോയി. ഇപ്പോഴും എൻ്റെ സാറമ്മ ഇവിടുത്തെ ഫാമിലി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്, സെൻറ്റ് ആൻ്റണീസ് യൂണിറ്റിൻ്റെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. എല്ലാവരും അവരുടെ വിവാഹത്തിന്, അവിടുത്തെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ ക്ഷണിക്കാറുണ്ട്, ഞങ്ങൾ പോകാറുണ്ട്. ഇന്നും എന്നെ 2 കുടുംബക്കാരെ വിളിച്ച് മകൻ്റെ കല്യാണമാണ്, സാറമ്മയും മാത്യു വരണം എന്നൊക്കെ പറഞ്ഞു. കീർത്തനനെ കുറിച്ച് 2 വരി കവിതയും കൂടെ ഉണ്ട് എൻ്റെ. നഗരത്തിൻ ഭാഗമാണെങ്കിലും നഗരത്തിൻ ഭാഗമാണെങ്കിലും ഗ്രാമീണ നന്മകൾ വിളയാടും കീർത്തി നഗർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. ഗ്രാമത്തിൻ്റെ ഭാഗമാണെങ്കിലും നഗരത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇന്നും ഗ്രാമീണ നന്മകൾ സൂക്ഷിക്കുന്ന വലിയ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെയുള്ളത്. ഐ ആം പ്രൗഡ് ഓഫ് മൈ നെയ്ബേഴ്സ്, മൈ ഫ്രണ്ട്സ് ഹിയർ അറ്റ് കീർത്തി നഗർ. ഞങ്ങൾ മുട്ടിയേറെന്ന് പാലായിക്ക് പോയതാണ്. അവർ പാലായിൽ പോയി അവിടെ ലാലം പള്ളിയൊക്കെ സ്ഥാപിക്കുന്നതിനൊക്കെ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ ഒരു 10-30 അച്ഛന്മാരും ഉണ്ട്. കന്യാസ്ത്രീകളും ഏതാണ്ട് ഒരു 10-100 കന്യാസ്ത്രീകൾ എൻ്റെ അമ്മ വഴിയും എൻ്റെ ഫാദറിൻ്റെ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കസിൻസും ഒക്കെ ആയിട്ട് ഒരു 100 പേരോളം കാണും. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ 3 പേര് കന്യാസ്ത്രീകളായിരുന്നു. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി കന്യാസ്ത്രീയാണ്, ചേച്ചി എൻ്റെ പേരമ്മയുടെ മക്കൾ കന്യാസ്ത്രീകളാണ്, എൻ്റെ അങ്കിളിൻ്റെ മകൻ അച്ഛനാണ്, എൻ്റെ ഫസ്റ്റ് കസിൻ എൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ മകൻ അച്ഛനാണ്. അപ്പോൾ എൻ്റെ കസിൻസ് തന്നെ 3-4 പേര് അച്ഛന്മാരുണ്ട്. പിന്നെ ഒരു 30 പേരെങ്കിലും ഇപ്പോൾ അച്ഛന്മാരാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് തന്നെ മത്തായി എന്നാണ്. മത്തായി എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്, മാത്യു. അപ്പോൾ പലരും പറഞ്ഞു മാത്യു എന്നും മത്തായി എന്നൊക്കെ പേരിട്ടപ്പം നിന്നെ എന്ത് കുടിച്ചാണ് മത്തായി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിയാക്കും. പക്ഷേ എൻ്റെ ഇച്ചായനും അമ്മയും പറഞ്ഞു അത് നല്ല പേരാണ് മത്തായി, സ്ലീഹന്മാരിൽ ഒരാളാണ്, സുവിശേഷകനാണ് മത്തായി. അപ്പോൾ എഴുതാനോ എന്തെങ്കിലും കഴിവ് ആ പേരിനോ ഉണ്ടാവും. എൻ്റെ അമ്മ തന്നെ പറഞ്ഞു, മത്തായി കുഞ്ഞ് നീ എനിക്ക് കിട്ടിയ ക്രിസ്മസ് സമ്മാനമാണ്. ഐ വാസ് ബോൺ ഓൺ ക്രിസ്മസ് ഡേ, 24th നൈറ്റിലാണ് ഞാൻ ഉണ്ടായത്. അപ്പോൾ നീ എനിക്ക് കിട്ടിയ ക്രിസ്മസ് സമ്മാനമാണെന്ന് അമ്മ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിൻ്റെ ഡിഗ്രിയിലും റാങ്കിലും PhD ഒക്കെ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ ഞാൻ ഏറെ അഭിമാനിക്കുന്നത്, സന്തോഷിക്കുന്നത് നീ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണ് എന്നതിലാണെന്ന് അമ്മ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് എൻ്റെ സൺഡേ സ്കൂള് നമ്മുടെ അതിരൂപതയുടെ കാറ്റഗിസം ഡയറക്ടറെ വരെ ഞാനത് കാണിച്ചിട്ടുണ്ട് അഭിമാനത്തോടെ. അപ്പോൾ അതൊക്കെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു ജീവിതമാണ് എനിക്ക് ദൈവം തന്നത്. അച്ഛന്മാരും പള്ളിയും ഇടവകയും രൂപതയും ഒക്കെ ആയിട്ട് എനിക്ക് ജോൺ പോൾ മാർപ്പാപ്പയുടെയും അതുപോലെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയും ഒക്കെ അംഗീകാരവും കത്തും ഒക്കെ എനിക്ക് ലഭിച്ചു. അപ്പോൾ ഞാൻ മുട്ടുകുത്തി നിന്നാണത് വായിച്ചത് എന്ന് സന്തോഷത്തോടെ ഓർക്കുന്നു. എൻ്റെ വികാരിച്ചന്മാർ എനിക്ക് കത്തെഴുതി. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്, ഒരു അമൂല്യ നിധി പോലെ. എത്രയോ പുസ്തകങ്ങളും ഒക്കെ എനിക്ക് അവർ തന്നു, അംഗീകാരം തന്നു. അതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിലും എൻ്റെ ഷെൽഫിലും ഞാൻ സൂക്ഷിക്കുന്നു. സാബു ജോസ് സാറൊക്കെ ഇവിടെ വന്ന് അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സന്തോഷത്തിൽ എന്നും അവർ പങ്കാളികളായിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളുടെ വിവാഹത്തിനൊക്കെ അവർ ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ സാബു ജോസ് സാറും റോയ് സാറും അഞ്ഞിപ്പറമ്പിൽ സാറും ഒക്കെ ന്യൂമൻ അസോസിയേഷൻ അംഗങ്ങളും ഭാരവാഹികളും ഈശോസഭയിലെ അച്ഛന്മാരും അതുപോലെ CMI ഫാദേഴ്സും കുര്യന്തോടത്ത് അച്ഛനും ഒക്കെ അറിയാമല്ലോ, ബിനോയ് അച്ഛനും ഒക്കെ എൻ്റെ വീട് ആശീർവദിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. അവരുമായിട്ട് നല്ല ബന്ധമാണ് ഞാൻ പുലർത്തുന്നത്. എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു ജീവിതമാണ് ദൈവം എനിക്ക് സമ്മാനിച്ചത്. ഈ കടം എങ്ങനെ ഞാൻ വീട്ടും എന്നുള്ള ആലോചനയിലാണ് ഞാൻ. കുരിശാണല്ലോ ഏറ്റവും മനോഹരമായ മഹത്വമുള്ള സിമ്പൽ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കുരിശിൻ്റെ മഹത്വത്തെക്കുറിച്ച്, കുരിശിൻ്റെ പുകഴ്ചയെക്കുറിച്ച് ഒക്കെ ധാരാളം നമുക്ക് പറയാൻ പറ്റും. കുരിശാണ് അല്ലേ, ഇൻ ദിസ് സിമ്പൽ യു വിൻ എന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് സ്വപ്നത്തിൽ ദർശനം ഉണ്ടായതാണ്. അപ്പോൾ അത് നമുക്കറിയാം എത്രത്തോളം കുരിശ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നു. അതിൻ്റെ സഹനം അതൊക്കെ രക്ഷാകരമാണ് തീർച്ചയായിട്ടും. ദി സാൽവിഫിക് സഫറിങ് എന്ന് പറയും. ഇപ്പോൾ കുരിശ് മൂട്ടിൽ എന്ന് പറയുമ്പോൾ തന്നെ ആ വീട്ടുപേര് എനിക്ക് തരുന്ന സന്തോഷാതിരേകം ഒന്ന് വലുതാണ്. എന്നെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഞാൻ ഡോക്ടർ മാത്യു, പ്രൊഫസർ മാത്യു എന്നൊന്നും പറയാറില്ല. ഞാൻ മാത്യു കുരിശ് മൂട്ടിൽ എന്ന് പറയുമ്പോൾ അതെനിക്ക് തരുന്ന സന്തോഷം ഏറെ വലുതാണ്. ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ധാരാളം ഉണ്ട്. എന്നാൽ അല്പം ഒരു ആത്മപ്രശംസയോടെ മാപ്പാക്കണമേ ഞാനങ്ങനെ പറയാറുണ്ട്. ഞാനതിൽ അഭിമാനിക്കുന്നു ആ വീട്ടുപേരിലും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ദൈവവിളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒത്തിരി മഹത്വമുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. അത് കുരിശിൻ്റെ മഹത്വമാണ്, അത് യേശുനാഥൻ്റെ സമ്മാനമാണ്.
നമ്മളാരും തിരഞ്ഞെടുക്കുന്നതല്ലല്ലോ ഈ വീട്ടുപേരും മാതാപിതാക്കളെ ഒന്നും. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ കുരിശിനെക്കുറിച്ച് പറയേണ്ട. കുരിശാണ്, കുരിശ് രക്ഷാകരമാണ്. കുരിശ് ഏറ്റവും വലിയ മനോഹരമായ മഹത്വമുള്ള സിമ്പലാണ് കുരിശ്. ആ കുരിശിൻ്റെ പേരിലൊരു ആ കുരിശ് മൂട്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ശിരസ്കനാവുന്നു. ഞാൻ എളിമപ്പെടും. പുറകോട്ട് നോക്കുമ്പോൾ ഒത്തിരി ദൈവാനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മിടുക്കൽ നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. എല്ലാം ദൈവത്തിൻ്റെ കൃപ. ഈ ജന്മം ലഭിച്ചത്, നല്ല മാതാപിതാക്കൾ, നല്ല കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചത്, നല്ല വിദ്യാഭ്യാസം. സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റി. അപ്പോൾ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നുള്ളതാണ് എനിക്ക് ഞാനൊരു അധ്യാപകനാണ്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ നല്ലൊരു നോബിൾ പ്രൊഫഷനാണ് അധ്യാപനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി കുട്ടികളെ ടീച്ചർ അഫക്ട്സ് ഇൻഫിനിറ്റി. ഒരു ടീച്ചറുടെ സ്വാധീനം തലമുറകളെയാണ്. എൻ്റെ മക്കളെ, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അവരുടെ മക്കളോടും തീർച്ചയായിട്ടും പറയും. നല്ല കാര്യങ്ങൾ, നല്ല മൂല്യങ്ങൾ അവരിലേക്ക് സന്നിവേശിക്കപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ ഭാഗ്യമാണ്, ഒരു അവസരമാണ്. ഈ ജീവിതം ഒരു യാത്രയാണ്. ഇതിലൂടെ ഞാൻ ഇനി ഒരിക്കൽ കൂടെ വരണമെന്ന് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പുനർജന്മത്തിൽ എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് ഇതിലൂടെ വരണം യാതൊരു ഇപ്പം ചെയ്യേണ്ട നന്മകൾ ഇന്ന് തന്നെ ഞാൻ ചെയ്യുക. നാളേക്ക് നീട്ടി വയ്ക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് തന്നെ ചെയ്യുക. നൗ എന്നുള്ള വാക്കാണ് ഏറ്റവും മനോഹരം. ഈ നിമിഷമാണ്, ഈ ദിവസമാണ് ഏറ്റവും മനോഹരം. നാളത്തെ കാര്യം എനിക്ക് ഉറപ്പില്ല. മുടിച്ചാൽ നാളെ കലയിൽ പാക്കലാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പലപ്പോഴും പിരിയാറ്. മുടിഞ്ഞാൽ എന്ന് വെച്ചാൽ എന്താണ്? സാധിച്ചാൽ നമുക്ക് ഉറപ്പില്ല നാളെ ഞാൻ ഉണ്ടാവുകയില്ലയോ എന്ന്. ഒരിക്കൽ ഞാൻ കൊളാപ്സ് ചെയ്തു എൻ്റെ ബാത്റൂമിൽ. വൈഫ് ഓടി വന്നു. ബാത്റൂം ഞാൻ ബോൾട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ മുഖത്ത് വെള്ളമൊക്കെ തിളപ്പിച്ച് എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു. ലോ പ്രഷറായിരുന്നു. ഞാൻ കൂടുതൽ കളിച്ച് വേർത്തുകൊണ്ട് ഉപ്പ് കുറഞ്ഞു പോയി, ഉപ്പിൻ്റെ അളവ്. അപ്പോൾ ലോ പ്രഷറുള്ള ഞാൻ കൊളാപ്സ് ചെയ്തു. ഞാൻ മരിക്കുകയാണെന്ന് തന്നെ തോന്നിപ്പോയി. അങ്ങോട്ട് അടിച്ചു വീണു. അപ്പോൾ ഓടി വന്ന വൈഫ് എന്നെ രക്ഷിച്ചു എന്ന് പറയാം. മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് ഏൽപ്പിച്ചു. തലയിൽ നിന്ന് അടിച്ച് അപകടമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ജീവിതം ഞാൻ പലപ്പോഴും 2-3 തവണ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കുളത്തുവയിൽ ഞാൻ വോളിബോൾ കളിക്കുന്നതിനിടയ്ക്ക് ബോളും പിടിച്ചുകൊണ്ട് ഒരു 10-20 അടി താഴേക്ക് അങ്ങ് ചാടേണ്ടി വന്നു. ഞാൻ വീഴാതിരിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ എൻ്റെ നടു ഒടിഞ്ഞു പോകും, നട്ടലിന് വല്ലതും പറ്റും, അല്ലെ തലയിടിച്ച് വീഴും, എന്തും സംഭവിക്കാമായിരുന്നു. അന്നത്തെ വർഗീസിൻ്റെ മനസ്സാണ് എന്നോട് വന്നത്. മാത്യു എടുത്ത് ചാടറാന്ന് അച്ഛൻ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാനും എടുത്ത് ചാടി. മുട്ടിൽ ഷൂസ് ഇട്ടിരുന്നു, ക്യാൻവാസ് ഷൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോളും പിടിച്ചോണ്ട് വന്നു. അവിടെ കളി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും വിചാരിച്ചു ഞാൻ തീർന്നു, മരിച്ചു എന്നാണ് വിചാരിച്ചത്. കാരണം അത്രയധികം ഒരു ഗർത്തത്തിലേക്കാണ്, 10-20-30 അടി താഴ്ചയിലേക്കാണ് ഞാൻ പോയി പതിക്കുന്നത്. അപ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു. അപ്പോൾ ഇതുകൊണ്ട് ഒത്തിരി എന്നെക്കൊണ്ട് ദൈവം എന്നെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു, സമാധാനത്തിൻ്റെ ഉപകരണം. ഇപ്പം ഞാൻ ലയോള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാനും പോകുന്നു. സമാധാന പ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യുന്നു. പീസിൻ്റെ അംബാസിഡേഴ്സിനെ ഞങ്ങൾ വാർത്തെടുക്കുകയാണ് ആ കോഴ്സിലൂടെ. അപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമായിട്ട് എന്നെ ദൈവം ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാത്തിനും നന്ദി. അവരുമായിട്ട് എന്നെ കൊണ്ട് കവിത ചൊല്ലിക്കും. അമ്മ റിട്ടയർ ചെയ്തപ്പം അമ്മ ആവശ്യപ്പെട്ടത് എന്നോട് കുമാരനാശാൻ്റെ വീണ പൂവിലെ ഏതാനും വരികൾ ചൊല്ലാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കവിത എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകങ്ങളോട് വലിയ സ്നേഹമാണ്. കവിത ഞാൻ രചിക്കാൻ തുടങ്ങിയത് പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ അത്യാവശ്യമൊക്കെ എഴുതുമായിരുന്നു. പിന്നെ കോളേജിൽ വന്നപ്പോൾ അത് കുറച്ചുകൂടെ വർദ്ധിച്ചു. പിന്നെ അധ്യാപകനായ ശേഷമാണ് അതിന് എനിക്ക് കൂടുതൽ അവസരം ഉണ്ടായത്. ഫാദർ ചെറിയാൻ കുനിയന്തോടത്ത് മഹാകവിയാണെന്നറിയാമല്ലോ. അദ്ദേഹം ഞാനും ഒന്നിച്ച് ദേവഗിരി കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അറിയാമല്ലോ. ഇപ്പം അദ്ദേഹം കലാഭവൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നിരന്തരം ഞാൻ കോണ്ടാക്റ്റ് ഉള്ള ആളാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് മാത്യു എഴുതണം എന്ന് പറഞ്ഞ് ആദ്യം എന്നെ പ്രോത്സാഹിപ്പിച്ചത് കുനിയന്തോടത്ത് അച്ഛനും, അതുപോലെ ഗുപ്തൻ നായർ സാറിൻ്റെ മകനായ ശശിഭൂഷൺ സാറുണ്ട്. അദ്ദേഹം മലയാള അധ്യാപകനായിരുന്നു ദേവഗിരിയിൽ. അപ്പോൾ അങ്ങനെ സാഹിത്യവുമായിട്ട് ഇച്ചിരി ബന്ധമൊക്കെ ഉണ്ടാകാൻ ഇടവരുത്തിയത് പശ്ചാത്തലം അതാണ്. ദേവഗിരി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർ ഷെപ്പേർഡ് അവിടെ വരും. അപ്പോൾ ഞങ്ങൾ അധ്യാപകർ പോലും അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കുമായിരുന്നു. സുകുമാർ അഴീക്കോട് അവിടെ വരുമായിരുന്നു. അപ്പോൾ കലാസാഹിത്യ പ്രവർത്തനങ്ങൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടി അവരെ അങ്ങനെയൊക്കെ ഞാനാണ് പലപ്പോഴും അവരെ ക്ഷണിക്കാൻ പോവുക. അഴീക്കോട് സാറിനെ ക്ഷണിക്കാൻ പോകും. MGS നാരായണൻ സാറ്, കോഴിക്കോട് എയർ ഇന്ത്യ ഓൾ ഇന്ത്യ റേഡിയോ ഉണ്ടല്ലോ, അവിടുന്ന് NN കക്കാട് സാറ് വരും, തിക്കോടിയൻ, അതുപോലെ
അങ്ങനെ കുറേ പേര് പരിചയപ്പെടാൻ എനിക്ക് എം ടി വാസുദേവൻ നായരുടെ ബുക്ക് ക്ലബ്ബിൽ ഞാൻ അംഗമായിരുന്നു കോഴിക്കോട്. ജോർജ് ഇരുമ്പയും സാറ് ഉണ്ടായിരുന്നു അന്ന് ആ കാലത്ത് അവിടെ, കുനിയന്തോടത്തച്ഛൻ. അപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങളോട് എനിക്കും കവിതയോട് എനിക്കും അന്നും സ്നേഹവും വാത്സല്യം താല്പര്യവും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എഴുതിയ കവിത പ്രസിദ്ധീകരിച്ചത് നമ്മുടെ ജോൺ പോൾ മാർപ്പാപ്പയെക്കുറിച്ചുള്ള കവിതയാണ്. അത് ഇംഗ്ലീഷിലായിരുന്നു ആദ്യം ഞാൻ എഴുതിയത്. എൻ്റെ സഹോദരി സിസ്റ്റർ ഡോറിസ് ബാംഗ്ലൂരായിരുന്നു. അപ്പം ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്ന എനിക്ക് ചേച്ചി മാർപ്പാപ്പയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ മിക്കവാറും കത്തിലൂടെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ജോൺ പോൾ മാർപ്പാപ്പയിൽ എനിക്ക് വലിയ താല്പര്യം തോന്നി. അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു. അദ്ദേഹം അറിയാമല്ലോ, ഗോൾ കീപ്പറായിരുന്നു. ഫുട്ബോൾ കളിക്കും, നീന്താൻ പോകും, നാടകം അഭിനയിക്കും, കവിതകൾ രചിക്കും, നാടകത്തിൽ അഭിനയിക്കും. ഇങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ജോൺ പോൾ മാർപ്പാപ്പ. അപ്പോൾ അത് എന്നെ ഏറെ ആകർഷിച്ച ഒരു മാർപ്പാപ്പന്മാരിൽ ഒരാളാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഞാനൊരു കവിത അങ്ങനെ എഴുതി. അപ്പം മാർപ്പാപ്പയുടെ അമ്മ പറയുമായിരുന്നു, യു വെയിറ്റ് ആൻഡ് സീ മൈ സെക്കൻഡ് സൺ വിൽ ബിക്കം എ ഗ്രേറ്റ് മാൻ വൺ ഡേ. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് അതൊരു കവിതയാക്കി തന്നെ എനിക്ക് ഇംഗ്ലീഷിൽ രചിക്കാൻ സാധിച്ചു. യു ആർ എ ഡ്രീം കം ട്രൂ, ഹല്ലേലൂയ ഓഫ് യുവർ ഡോട്ടിംഗ് മദർ എമീലിയ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കവിത അങ്ങനെ രണ്ടുപേരി അങ്ങനെ തുടങ്ങി. അമ്മയുടെ സ്വപ്നം സഫലമായി, മാർപ്പാപ്പയായി, വലിയവനായി. അയൽക്കാരിയോട് പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ മതി, മകൻ മിടുക്കനാവും, വലിയവനാകും എന്നൊക്കെ ആ സ്വപ്നം സാക്ഷാത്കൃതമായി എന്നുള്ള അങ്ങനെ ഒരു തുടക്കം കിട്ടി. അങ്ങനെയാണ് ഒരു ബയോഗ്രഫിക്കൽ പോയം ഇംഗ്ലീഷിൽ ഞാൻ രചിച്ചത്. അതേക്കുറിച്ച് നല്ല റിവ്യൂ ഒക്കെ ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഹിന്ദു പത്രത്തിലും ഒക്കെ വന്നു. അപ്പോൾ അതിന് ധാരാളം പ്രചാരം കിട്ടി. പിന്നെ ഇതിൻ്റെ തന്നെ മലയാളം ഞാൻ ഇറക്കിയത് ജോൺ പോൾ മാർപ്പാപ്പയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് കുര്യന്തോടത്തച്ഛൻ പറഞ്ഞു, മാത്യു ഇത് മലയാളത്തിൽ കൂടെ മാത്യു ഇറക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എഴുതിയതാണ്. മലയാളത്തിൽ ഈ കവിത, ഇതിൻ്റെ തന്നെ പരിഭാഷ എന്ന് പറയാം, അത് മലയാളത്തിൽ ഇറക്കാൻ സാധിച്ചു. അത് ഈശോസഭക്കാരുടെ തന്നെ ഒരു പബ്ലിക്കേഷനുണ്ട്. അവരതിന് എനിക്ക് അവസരം തന്നു. വിശുദ്ധ ജോൺ പോൾ II എന്ന് പറഞ്ഞ ഈ പുസ്തകമാണത്. അപ്പോൾ അത് ഏറെ പ്രചാരം അതിനും കിട്ടി. അതിനെ അവതാരികയായിട്ട് എഴുതിയത് നമ്മുടെ ആൽജരി പിതാവ് അതിന് അവതാരിക ഒരു അനുഗ്രഹാശിസുകൾ എഴുതി. അടപ്പൂരസിന് എഴുതി. പണ്ഡിതനായ കുര്യാസ് കുമ്പളക്കുഴി സാർ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം എഴുതി. അപ്പോൾ അതൊക്കെ അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് എഴുതാൻ സാധിച്ചതാണ്. പിന്നെ മറ്റു പുസ്തകങ്ങളും കവിതകളൊക്കെ എനിക്ക് ധാരാളം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് കവിതകൾ, ടാഗോറിൻ്റെ കുറേ പരിഭാഷകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അത് ഗീതാഞ്ജലിയുടെ പരിഭാഷ മുഴുവനായിട്ട് തന്നെ കാവ്യാത്മകമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ 70ാം പിറന്നാൾ വരുമ്പോൾ അത് ഇറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒത്തിരി കവിതകൾ, ദയാബായിയുടെ കവിതകൾ ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. വേർഡ്സ്വർത്തിൻ്റെ കവിതകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്. അതുപോലെ ധാരാളം അങ്ങനെ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഞാൻ എഴുതുമായിരുന്നു. ഇംഗ്ലീഷിൽ എഴുതിയ കവിതകളുണ്ട്. കുനിയന്തോടത്തച്ഛൻ്റെ സ്വർഗീയ വീണകൾ എന്നുള്ള ഒരു പുസ്തകം തന്നെയുണ്ട്. കവിതാ സമാഹാരമാണത്. ഭക്തിഗാനങ്ങളാണ് ഏറെ. അത് ഞാൻ ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ട്. 100-110 കവിതകൾ വരും. പിന്നെ അങ്ങനെ എഴുത്തിൻ്റെ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവചരിത്രം ഞാൻ ജോനാസ് മെത്രാൻ്റെ ജീവചരിത്രം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് KP ജോസഫ് സാറായിരുന്നു ന്യൂമൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ്. ഞാനന്ന് സെക്രട്ടറിയാണ്. അന്ന് KP ജോസഫ് സാർ അറിയാമല്ലോ. അദ്ദേഹം നമ്മളെ ഫാബിയൻ സാറ്, ഇറ്റാലിയൻ അംബാസിഡർ ആയിരുന്ന KP ഫാബിയൻ്റെ ബ്രദറാണ് KP ജോസഫ് സാറ്. കളരിക്കൽ കുടുംബാംഗമാണ്, ഉദയംപേരൂർ. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അപ്പോൾ മാത്യു ഇത് മലയാളത്തിലാക്കിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എഴുതിയതാണ് ഈ ജോനാസ് മെത്രാൻ്റെ ജീവചരിത്രം. അപ്പോൾ അത് കരോട്ടമ്പറമ്പൽ പിതാവാണ്, നമ്മുടെ രാജ്കോട്ട് ബിഷപ്പ്, അദ്ദേഹമാണത് പ്രസിദ്ധപ്പെടുത്തുന്നതിനെ ഏറെ സഹായിച്ചത്. അപ്പോൾ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ എഴുതാൻ എനിക്ക് സാധിച്ചു. പിന്നെ ദയാബായിയുടെ മുറിവേറ്റ ചുവടുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് അവർ ഇംഗ്ലീഷിൽ എഴുതിയത് ഞാൻ മലയാളത്തിലാക്കി. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈശോസഭക്കാർ തന്നെ അതിന് സഹായിച്ചു. അപ്പോൾ അത് ലോയോള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, കൊച്ചി, ഫാദർ ബിനോയ് പിച്ചലക്കാട്ടും അതുപോലെ ഷെയ്സ് അച്ഛനും അവരൊക്കെ എന്നെ ഏറെ സഹായിച്ചത് പബ്ലിഷ് ചെയ്യുന്നതിന്. പിന്നെ മറ്റു പുസ്തകങ്ങളുണ്ട്. പ്രധാനമായിട്ട് പറയേണ്ടത് ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അത് അടപ്പൂരച്ചന് അറിയാമല്ലോ. എനിക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട് ഏറെ, അത് ഒരിക്കലും അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല വാക്കുകളിലൂടെ. അദ്ദേഹത്തെ എന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ ഗുരുനാഥനായിട്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹമാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. എന്നും മാത്യുവിന് എഴുതാൻ പറ്റും, കവിത എഴുതാൻ പറ്റും, ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്യു എഴുതണം എന്ന് പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ വേണേൽ വിളിക്കാം. അത് അർണോസ് പാതിരിയുടെ ജീവചരിത്രമാണ്. അത് അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയത്. ജർമ്മനിയിലും ഒക്കെ പോയി അദ്ദേഹം ഒത്തിരി
ഗവേഷണം നടത്തിയിട്ടാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയത്. അതിൻ്റെ ഇംഗ്ലീഷ് പ്രതിഭ ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ മലയാളമാണിത്. അത് ചെയ്യാൻ സാധിച്ച എൻ്റെ ജീവിതത്തിലെ തന്നെ വലിയൊരു, അച്ഛനും അത് സന്തോഷമായി. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് പ്രസിദ്ധപ്പെടുത്താനും അതിന് ഏറെ പ്രചാരം ലഭിക്കുകയൊക്കെ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മലപ്പറമ്പിൽ പോയി അദ്ദേഹത്തെ കാണുമായിരുന്നു. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ കുഴിമാട് സന്ദർശിക്കാറുണ്ട്. അതെനിക്കൊരു വലിയ ആശ്വാസവും പ്രചോദനവുമാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ എന്ന് പറയുന്നത്. പൂർവികരാരും മരിക്കുന്നില്ല യഥാർത്ഥത്തിൽ, നമ്മളവരെ വിസ്മരിക്കുമ്പോഴാണ് അവർ മരിക്കുന്നത്. അതുകൊണ്ട് അടപ്പൂരച്ചനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ജീവിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് മരണമില്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പുസ്തകത്തെക്കുറിച്ച് ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ടു പോപ്പ് ഫ്രാൻസിസ് വിത്ത് ലവ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇത് ചക്കിത്ത് പിതാവ് സ്നേഹപൂർവ്വം ഫ്രാൻസിസ് പാപ്പായ്ക്ക് എന്ന് പറഞ്ഞ് ഒരു മലയാളത്തിലൊരു ഗ്രന്ഥം എഴുതിയിരുന്നു. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, മാത്യു, ഇത് മാർപ്പാപ്പയ്ക്ക് ഫ്രാൻസിസ് പാപ്പായ്ക്ക് മലയാളം അറിയില്ലല്ലോ, അപ്പോൾ താനൊരു കാര്യം ചെയ്യുക, യു ഡു ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനിതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇത് മീഡിയ ഹൗസ് ഡൽഹി അവരാണിത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം എനിക്കുണ്ടായി. പിന്നീട് എനിക്ക് റൂമിൽ പോയി മാർപ്പാപ്പയെ കാണാനൊക്കെ അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. പ്രൈവറ്റായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂവിന് അവസരം കിട്ടിയില്ല, തിരക്കായിരുന്നു. അവിടെ കൂടുതൽ ദിവസം അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് അവസരം ഉണ്ടാക്കി തന്നേനെ. ഈ സഭയിലെ ജോർജസിനൊക്കെ അവിടെ ജെസ്വിറ്റ് ജനറലിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നോട് പറഞ്ഞു, മാത്യു 2 ദിവസം വെയിറ്റ് ചെയ്താൽ നമുക്ക് നോക്കാം. പക്ഷേ ഞാനൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയതുകൊണ്ട് എനിക്ക് അതിനൊന്നും അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. ഇനി എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ചാൽ മാർപ്പാപ്പയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഈയിടെ മാർപ്പാപ്പയെ കാണാൻ പോയി, ഡോക്ടർ ജോർജ് ജോൺ. അദ്ദേഹം മാർപ്പാപ്പയെ ഭാര്യാസമേതം അദ്ദേഹം പോയി കണ്ടു. അദ്ദേഹം ബ്രിട്ടീഷ് കുടുംബത്തിൻ്റെ രാജ്ഞിയുടെയൊക്കെ കൺസൾട്ടൻ്റായിരുന്നു, സൈക്യാട്രിസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ മഹാഭാഗ്യം ലഭിച്ചു. അദ്ദേഹം എന്നെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പയായിട്ടുള്ള നിൽക്കുന്ന ഫോട്ടോയും അവിടുത്തെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം എന്നോട് പറയുണ്ടായി. ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ POCക്ക് വേണ്ടി പാസ്റ്റൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ, അതിൻ്റെ ഡയറക്ടർ അച്ഛനാണ് ജേക്കബ് പാലക്കാപ്പള്ളി. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ സീരീസ് ഒരു 8-10 പുസ്തകങ്ങൾ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. ഇത് അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് കറക്റ്റ് ചെയ്യണം, അത് ഫൈനലായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പോൾ ഞാനതിൻ്റെ എഡിറ്റിംഗ് വർക്കിലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നോട് ഇന്ന് തോമസ് അച്ഛൻ ആവശ്യപ്പെട്ടു, തോമസ് അദ്ദപ്പള്ളിയിലെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടത് കേരളത്തിലെ വിശുദ്ധരെക്കുറിച്ചൊരു പുസ്തകമുണ്ട്, അതൊന്ന് മലയാളത്തിലാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സെൻറ്റ് പോൾസ് പബ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണത്. വിശുദ്ധരുടെ ജീവചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ 1-2 പേജിൽ മാത്രമായിട്ട് അത് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ, അതുപോലെ തന്നെ POCയിലെ ഒരു ജോജി അച്ഛനുണ്ട്, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ മത്തായിയെക്കുറിച്ചുള്ള ഒരു പഠനമുണ്ട്, അതും ഒന്ന് മലയാളത്തിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പരിപാടികളിലാണ് ഉള്ളത്. ഒരു 2 കൊല്ലത്തേക്കുള്ള വർക്ക് എനിക്കിപ്പോൾ തന്നെയുണ്ട്. അതുപോലെ ചാവറപ്പിതാവിൻ്റെ ഒരു പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഇടയ നാടകങ്ങൾ, അത് ഇംഗ്ലീഷ് ആക്കണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പദ്ധതികളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഇപ്പോഴും അങ്ങനെ ആക്റ്റീവായിട്ട് പോകുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മേഖല പരിഭാഷയാണ്. ഇംഗ്ലീഷ് മലയാളമാക്കുക, മലയാളം ഇംഗ്ലീഷ് ആക്കുക. അപ്പോൾ അതെനിക്ക് ഒരു വലിയ സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു കാര്യമാണ്. ഈശ്വസഭക്കാർ പറയും, മാത്യു ആണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ട്രാൻസ്ലേറ്റർ. അപ്പോൾ അവരുടെ എഴുത്ത് മാസികയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും, അത് പബ്ലിഷ് ചെയ്യും. അതുപോലെ അവരുടെ തന്നെ ഈ മാസികയാണ് സ്നേഹസേന. അതുപോലെ ടിക് ടിക് ലൈഫ് എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്, സ്നേഹസേന. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിതിൻ്റെ സംശോധകനാണ്. അതുപോലെ ടിക് ടിക് ലൈഫ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മാസികയുണ്ട്, ഞാൻ അതിലും സഹായിക്കുന്നുണ്ട്. അങ്ങനെ പരിഭാഷകൻ എന്ന നിലയിലാണ് എനിക്ക് കൂടുതൽ പേരെടുക്കാൻ കഴിഞ്ഞത്. എൻ്റെ സ്വന്തമായ കവിതകളും എഴുത്തുമൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഞാൻ അറിയപ്പെടുന്നത് നല്ലൊരു ട്രാൻസ്ലേറ്റർ എന്ന നിലയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്നെ സ്ഥിരം ആൾക്കാർ വിളിക്കാറുണ്ട്, മാത്യു ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ. സാബു ജോസ് സാറും ഒക്കെ പ്രത്യേകം അദ്ദേഹത്തോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. ഒത്തിരി പേരെ എനിക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഞാൻ അവർക്ക് നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് പലതും. ഇപ്പോഴും എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, പലതും ചെയ്യാനുണ്ട് ഇനി. അപ്പം റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞ പോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇനിയും ധാരാളം എഴുതാനും പ്രവർത്തിക്കാനും അവസരം ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനാവാം, സൂര്യനാവാം, നക്ഷത്രങ്ങളാവാം, മരങ്ങളാവാം, എല്ലാവരെയും ഒരു സാഹോദര്യ ദൃഷ്ടിയോടെ കാണുക എന്നുള്ള ഒരു ദർശനമാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ കുട്ടികളായിട്ട് പങ്കുവെക്കാറുള്ളത്. കൈമാറുക എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, പാസ് ഇറ്റ് ഓൺ എന്ന. അത് ഏത് മേഖലയിലുള്ളവർക്കും അത് സ്വീകാര്യമാണ്, അല്ലെ അതിലെ ആശയങ്ങൾ. അപ്പോൾ അത് ഞാൻ ചൊല്ലാം.
സ്വാഗത മന്ദസ്മിതം കൈവരും നേരം തന്നെ സസ്നേഹം കൈമാറുക മറ്റൊരാൾക്കതു സ്വയം. നൽപ്രശംസയുമേവം കൈവന്നാൽ അതേ വിധം നൽകുവാൻ മടിക്കേണ്ട മറ്റൊരാൾക്കുടൻ തന്നെ. നിങ്ങൾക്കു ലഭിച്ചിടും ഹൃദ്യമാം തലോടലോ നൽകണമതു തെല്ലും ലഭിക്കാത്തൊരാൾക്കേവം. ഉത്തമ സുഹൃത്തിൻ്റെ ആശ്ലേഷ സുഹൃദ്ഭാവം ഉത്തരക്ഷണം മറ്റൊരാൾക്കു നീ കൊടുത്താലും സമ്പത്തു സഹായമായി കൈവരുന്നെങ്കിൽ തന്നെ സർവ്വതും സമൃദ്ധമായി പങ്കിടാൻ മറക്കൊല്ല. ശക്തമാം വിശ്വാസം കൈവന്നെങ്കിലതു തെല്ലും വൈകാതെ കൈമാറുക യോഗ്യനാം ഒരാൾക്കപ്പോൾ. പ്രത്യാശ സന്ദേശമായി ലഭ്യമായിടുന്നെങ്കിൽ പ്രീതിയോടതിനോടു ചേരുവോനതേകുക. സ്നേഹവായ്പിനു യോഗ്യനായി നീ തീരുന്നെങ്കിൽ മോഹിപ്പോർക്കതേകിടു താമസം വിനാ തന്നെ. പ്രാർത്ഥന പ്രത്യുത്തരം കൈവരിക്കുകിൽ സ്വയം അത്യന്തം മുതാ പങ്കുവെച്ചിടാമനുഗ്രഹം. ഇന്നു കൈവരിക്കുകിൽ ഈശ്വരവരം വേഗം തന്നെ നീ കൈമാറുക മറ്റൊരാൾക്കായി താനേ. വിത്തിൻ്റെ സാധ്യത എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഒരു വിത്തിനെ നമ്മൾ എടുക്കുക, ഒരു കടുകുമണിയാവാതെ. ബൈബിളിലൊക്കെ കടുകുമണിയുടെ ഉപമയൊക്കെ യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സാധ്യതയാണത് ഒരു വിത്തെന്ന് പറയുന്നത്. വിത്തിൻ്റെ സാധ്യത. മണ്ണിലൊരായിരം വേരുകളാഴ്ത്തി എണ്ണമൊരായിരം തേൻകനി വീഴ്ത്തി അണ്ണാറക്കണ്ണനു കൂടുകൂട്ടാനും വിണ്ണിൽ കിളികൾക്കു പാട്ടുപാടാനും ചാമരം വീശുന്ന ശാഖകൾ തിങ്ങും പൂമരം പോലൊരു കാവ്യം രചിക്കാം. സാന്ദ്ര മനോഹര ഗീതികൾ കേൾക്കാം. സാഫല്യമായി കണ്ണിനുത്സവമാക്കാം. മിന്നാമിനുങ്ങുകൾ ശലഭങ്ങൾക്കൊപ്പം ഒന്നായി ചേർന്നിഹ നർത്തനമാടാം. മാമരത്തണലോറും ഓടിക്കളിക്കാൻ ഓമന പിഞ്ചു കിടാങ്ങളിങ്ങെത്താം. ഓടക്കുഴൽ മീട്ടി പിഞ്ചു കിടാങ്ങൾ മോടിയിൽ വന്നിങ്ങു പാട്ടുകൾ പാടാം. കൂട്ടുകാരുമൊത്തവർ ഊഞ്ഞാലു കെട്ടാം. കൂട്ടുകൂടി കളി വേദിയൊരുക്കാം. ചുമടുമായി നീങ്ങുന്ന മാനവർക്കെല്ലാം ചുമടു താങ്ങിടുവാൻ അത്താണിയാകാം. യാത്രികരാകെ തളർന്നുഴലുമ്പോൾ പാഥേയ നേരത്തു പൂന്തണലാകാം.